നമ്മുടെ ചിന്താജറവും ഉണ്ടെന്ന് കണ്ട് സംസാരിച്ചിട്ട് പോയാലോ? അത് പൊട്ടി. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഒരു വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രാവാക്യം വിളിയായിട്ട് ബന്ധപ്പെട്ടതാണ്. മിനിസ്റ്റർക്ക് നേരെ ആക്രമണം ഉണ്ടായ ദിവസം അപ്പൊ ആദ്യം കേട്ടപ്പോ തന്നെ നമ്മളത് വിലക്കുകയും ഞാൻ ഏറ്റു വിളിച്ചില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ ഞാൻ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ആയിക്കോട്ടെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ അത് പറയാം. ആദ്യം ഓരോ മുദ്രാവാക്യം വിളികളും ഏറ്റു വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്നിട്ട് ഞാനത് ഏറ്റു വിളിച്ചിട്ടില്ല. അത് ആ വിഷ്വൽ മൊത്തത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങളുടെ മാന്യത ചോദ്യം ചെയ്തു. ഞങ്ങളാരും അങ്ങനെയുള്ള ഫാമിലീസിൽപ്പെട്ട മെമ്പേഴ്സ് അല്ല. കാരണം അതല്ല നമ്മുടെ പൊളിറ്റിക്സ്. KSU നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതികൾക്ക് സ്വീകരണം നൽകി CPIM. ഈ കരിങ്കൊടി പ്രയോഗം അതിലേതെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ? കറുപ്പെന്ന് പറയുന്ന നിറം അങ്ങനെ ഒരു മോശപ്പെട്ട നിറമൊന്നും അല്ല. കറുപ്പെന്നുള്ളത് വളരെ നല്ലൊരു നിറമാണല്ലോ. കാരണം കറുപ്പിനോട് അങ്ങനെ യാതൊരു തരത്തിലുള്ള ദേഷ്യമോ അകൽച്ചയോ ഒന്നും ആരും വച്ചു പുലർത്തേണ്ടതില്ല. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു നിറം കൂടിയാണ് കറുപ്പ്. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്കും. LDF എല്ലാ കാലഘട്ടത്തിലും യുവജനങ്ങൾക്ക് നല്ല അംഗീകാരം കൊടുക്കുന്ന ഒരു മുന്നണി തന്നെയാണ്. SFIക്ക് ഇത്തവണ CPM പട്ടികയിൽ ആനമുട്ടയാണ്. അപ്പൊ ഈ പേര് യുവാക്കളുടെ പേര് പറയുമ്പോൾ സ്ത്രീകളുടെ പേരില്ല. സ്ത്രീകളിപ്പം നമുക്കറിയാലോ, സ്ത്രീകൾ ആവശ്യത്തിനധികം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരത്തിൽ തന്നെ നമുക്ക് എത്തേണ്ടി വരും. ഉള്ളിൽ സങ്കടം ഉണ്ട് ട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് ട്ടോ, ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. മെച്ചപ്പെട്ട വിധത്തിൽ ഇടപെടാൻ LDF പരിശ്രമിക്കുന്നുണ്ട്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ചങ്ക് പറിച്ചെടുത്തോണ്ട് പോകുന്ന വേദനയും കടിച്ചമർത്തി അവള് നിന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ? ഞങ്ങൾക്ക് എന്തെങ്കിലും ചിന്താ ജെറോമിനെ സഭയിൽ കാണാൻ പറ്റുമോ? ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. പിണറായി വന്നതിന് ശേഷം പാർട്ടിക്ക് അപ്പുറത്ത് വേറെ കാര്യങ്ങളില്ല, അങ്ങനെ എത്തി തുടങ്ങിയോ? ഒരിക്കലും അല്ല. പേരാവൂരിൽ ശൈലജ ടീച്ചർ ജയിക്കുകയാണെങ്കിൽ ടീച്ചർ മുഖ്യമന്ത്രി ആകണമെന്ന് വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ടോ? ഗവൺമെന്റ് രൂപീകരിക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. എന്നെ തൂറോളം മുഖ്യമന്ത്രി മാത്രല്ലേ? എന്നെ കുഴപ്പത്തിലാക്കരുത്. ഈ കുട്ടികളുടെ അത്രയും വിവരം തനിക്കില്ലാതെ പോയല്ലോ. സമയത്തെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ആള് മുഖ്യമന്ത്രിയാകും.